സൂത്ര, ഇവിടെ വെച്ച മുട്ട നീ എടുത്തു തിന്നോ? ഇല്ല. നുണ പറയരുത്. നീ ഇതുവഴി വന്നത് ഞാൻ കണ്ടല്ലോ. ഞാൻ തിന്നു. നുണ പറയുന്നത് നല്ല ശീലമല്ല. മുട്ട കട്ട പുലിയുടെ കഥ കേട്ടിട്ടില്ലേ? പണ്ട് ആനകൾ മുട്ടയിടുമായിരുന്നു. ഒരു ദിവസം ഒരു പുലി ആനയുടെ മുട്ട കട്ടെടുത്തു. എന്നിട്ട് സ്വന്തം ഗുഹയിൽ ഒളിപ്പിച്ചു. അമ്മയാന വന്ന് ചോദിച്ചു, പുലി പുലി നീ മുട്ട എടുത്തോ? ഇല്ല ഇല്ല, പുലി പറഞ്ഞു. അപ്പോഴാണ് ഗുഹയുടെ അകത്തിരുന്ന ആനമുട്ട വിരിഞ്ഞ ആനക്കുട്ടി പുറത്തേക്ക് വന്നത്. അത് കണ്ട അമ്മയാന പുലിക്ക് ഒറ്റ അടി കൊടുത്തു പറഞ്ഞു, പുലി പുലി ഇനി നുണ പറയരുത്. സൂത്രന്റെ ശരിക്കും ആന മുട്ടയിടുമോ? ഇല്ല ശരു, അതൊക്കെ കഥയല്ലേ. അപ്പോ സൂത്രന്റെ നുണ പറഞ്ഞതല്ലേ? ഇവന് നാളെ ഒരു നാടകമുണ്ട്. കരച്ചിലൊക്കെ ഉള്ള റോളാ. പക്ഷെ അഭിനയം ഒന്നുകൂടി ശരിയാവാനുണ്ട്. നിങ്ങളൊന്ന് പഠിപ്പിക്കണം. കരയാനോ? അതെ, അലറിക്കരച്ചിൽ. ശരിക്കും അഭിനയിക്കാൻ പഠിപ്പിക്കണം. പഠിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചാ മതിയോ? കേട്ടിട്ട് എനിക്കാ കരച്ചിൽ വരുന്നത്. വരുന്ന കരച്ചിൽ അങ്ങ് പഠിപ്പിക്കും സൂത്ര. കരയുമ്പോൾ വായ ശരിക്കും തുറക്കണം, തിന്നുമ്പോഴും തുറക്കണം. ഞാൻ കാണിക്കാം. ഇതുപോലെ കാണിക്കാം. ഇത് കോട്ടവായ വിടുന്ന പോലെ ഉണ്ട്. ചുമ്മാ വായ തുറന്നാൽ പോരാ, എക്സ്പ്രഷൻ വരട്ടെ. ദാ ഇങ്ങനെ. എനിക്ക് വല്ലതും എടുത്ത് എറിയാനാ തോന്നുന്നത്, ദേഷ്യം കാരണം. ഞാൻ സഹായിക്കാം സൂത്ര. ദാ ഈ കല്ല് വലിച്ചെറിഞ്ഞു. ഇത് തീർന്നാൽ വേറെ കൊണ്ടുവരാം. മണ്ണാങ്കട്ട കൊണ്ടുപോടോ. പുലിവാലായി. എടോ, താനിവനെ കടിയന്റെ അടുത്തുകൊണ്ടാക്ക. ഞാൻ വന്നാൽ പ്രശ്നമാ. അയ്യോ, ഞാനോ? അഭിനയം കറക്റ്റ് ആയല്ലോ മോനെ. ഇതുപോലെ നാളെ അഭിനയിച്ചാ മതി. അത് നാളെ ഇതുകൂടി കയ്യിൽ വെച്ചോ. അഭിനയം വരാൻ ബെസ്റ്റാ. മാറിയിട്ടില്ല ശരു. അയ്യോ മനുഷ്യൻ. എവിടെ? അത് വെറുതെ തോന്നുന്നതാ സൂത്ര. പനി കൂടിയാൽ ഇങ്ങനെ പലതും കാണുന്നതായി തോന്നും. വൈദ്യർ പറഞ്ഞിരുന്നു. ശരു പോയിക്കോ, സൂത്രന്റെ പനി മാറിയിട്ട് കളിക്കാം. അയ്യോ, എനിക്കും പനി പിടിച്ചേ. എപ്പോ? ഞാനും മനുഷ്യനെ കണ്ടു. അത് പനി പിടിച്ചിട്ടല്ലേ. മനുഷ്യനോ? എവിടെ? അതാ. ഹാഹാ, അത് കുറെ അകലെ ഒരു കാട്ടിൽ താമസിക്കുന്ന കുട്ടിയാ. ചെന്നായകൾ വളർത്തുന്ന കുട്ടിയാ അത്. അവർ ഈ കാട് കാണാൻ വന്നതാ. പേടിക്കണ്ട. മൗളി, സൂക്ഷിക്കണേ. കടിയന്റെ മോനെ നമ്മൾ കണ്ണുരുട്ടി കാണിച്ചത് കടിയൻ അറിഞ്ഞോടോ? ഇടി ഉറപ്പായി. ഇന്നെന്റെ പിറന്നാളാ. പിറന്നാളായിട്ടും കടിയന്റെ ഇടി കൊള്ളണമല്ലോ. ഷോ, ഇന്ന് കടിയൻ വിളിക്കില്ല സൂത്ര, എനിക്ക് ഉറപ്പാ. സൂത്രനെ കടിയൻ വിളിക്കുന്നു. തന്റെ ഒരു ഉറപ്പ്. ഷോ, നല്ലൊരു പിറന്നാളായിട്ട്. അതാ തന്റെ അമ്മാവൻ വരുന്നു. കടിയന്റെ ഇടി കൊള്ളാതിരിക്കാൻ ഒരു വഴി വേണം. അമ്മാവനോട് ചോദിക്കാം. അമ്മാവ, ഇന്ന് സൂത്രന്റെ പിറന്നാളാ. എന്നിട്ട് എന്താടാ നീ എന്നെ നേരത്തെ ക്ഷണിക്കാതിരുന്നത്? ക്ഷണിക്കാത്ത സത്യക്ക് ഞാനില്ല. എന്തിനാ കടിയന്റെ അടുത്തേക്ക് പോകുന്നത്? അടി ഇവിടെ തന്നെ കിട്ടി. വേറൊരു സൂത്രമുണ്ട്, കണ്ടോ? പടച്ചട്ടയാ. ഒരു മരത്തിന്റെ തൊലി പൊളിച്ചെടുത്തതാ. ഇനി ഇടി കൊണ്ടാലും വേദനിക്കില്ല. തനിക്ക് വേദനിക്കില്ല, പക്ഷെ ആ മരത്തിന് വേദനിക്കും. അതെ, ഞാൻ നട്ടുവളർത്തിയ മരമാ. ഇനി എന്നെ സഹായിക്കാൻ ഒരേ ഒരാൾക്ക് കഴിയൂ, കാട്ടുമുത്തപ്പന്. കടിയന്റെ ഇടി കൊള്ളാതിരിക്കാൻ എന്താ വഴിയെന്ന് കാട്ടുമുത്തപ്പനോട് തന്നെ ചോദിക്കാം. ഞാൻ കാട്ടുമുത്തപ്പനെ തപസ് ചെയ്യാൻ പോവുകയാ. താൻ വേണമെങ്കിൽ ഒന്ന് നടന്നു വന്നോ. തപസ് ഒരു 10 മിനിറ്റ് പിടിക്കും. കാട്ടുമുത്തപ്പനെ കാണുമാറാകണം. കൺതുറന്നാലുടനെ കാണുമാറാകണം. കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അതേപടി കൺമുന്നിൽ നിന്ന് നീ കാണാതെയാകണം. ഭക്ത, കണ്ണു തുറക്കൂ. സൂത്ര, സൂത്ര, കടിയൻ കിടപ്പില. ഇന്ന് ഇടിയില്ല. മരുന്ന് വാങ്ങാനാ നമ്മളെ വിളിപ്പിച്ചത്. ഹാവു, എന്തിനാണ് എന്നെ വിളിപ്പിച്ചതെന്ന് പറയൂ. അത് പ്രശ്നം തീർന്നു കാട്ടുമുത്തപ്പ. മുത്തപ്പൻ പൊയ്ക്കോ. വെറുതെ വിളിക്കാൻ ഞാൻ എന്താ നിന്റെ വേലക്കാരനോ? പിറന്നാളായിട്ട് കാട്ടുമുത്തപ്പന്റെ അടി കൊള്ളുന്നത് നല്ലതാ സൂത്ര. അമ്മേ, ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. ശരിയുമുണ്ട്. ശരി. സൂത്രന്റെ അമ്മേ, ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാ. സൂത്രനുമുണ്ട്. ശരി ശരി. സൂത്രന്റെ അമ്മേ, കുട്ടികൾ എങ്ങോട്ട് പോയതാ? കുളത്തിലേക്ക്. കാലും മുഖവും കഴുകാനാവും. കുട്ടികളെ കുളത്തിൽ ഒറ്റയ്ക്ക് വിടുന്നത് സൂക്ഷിച്ചു വേണം. കഴിഞ്ഞ ആഴ്ച ഒരു ചെന്നായക്കുട്ടി കുളത്തിൽ വീണു. അയ്യോ, വേഗം അവരെ വിളിക്കാം. സൂത്ര, ശരു, ഇങ്ങോട്ട് വാ. കുളത്തിൽ പോകണ്ട, വെള്ളം ഇവിടെയുണ്ട്. കുട്ടികൾ ഒറ്റയ്ക്ക് പോയാൽ കുളത്തിൽ വീഴും. കഴിഞ്ഞ ആഴ്ച ഞങ്ങള് കുളത്തിൽ പോയത് എന്തിനായാലും ഈ വിളകൾ ചെയ്താൽ മതി. പക്ഷെ അധികം വെള്ളം ചെലവാക്കരുത്. സൂത്ര, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? കുളത്തിൽ പോയ കാര്യം ചെയ്യുകയാ. കരയിലിരുന്ന കുളത്തിലേക്ക് കല്ലെറിയാനാണ് ഞങ്ങൾ പോയത്. നുണ പറയുന്നവരോ സത്യം പറയുന്നവരോ കാട്ടിൽ കൂടുതൽ, അത് കണ്ടുപിടിക്കണം. അതിന് എന്തെങ്കിലും ഒരു സൂത്രം ആലോചിക്ക. വേണ്ട, എനിക്ക് തന്നെ ഒരു ബുദ്ധി തോന്നി. എന്നോട് ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു പരന്ന കല്ല് വെക്കും.
പിന്നെയും ആരെങ്കിലും സത്യം പറഞ്ഞാൽ അതിനു മുകളിൽ മറ്റൊരു കല്ല് വെക്കും. അങ്ങനെ ഓരോ സത്യത്തിനും ഓരോ കല്ല് മേലോട്ട് മേലോട്ട് വെക്കും. അതുപോലെ നുണ പറഞ്ഞാലും കല്ല് വെക്കും ദാ അപ്പുറത്ത്. അവസാനം സത്യത്തിന്റെ കല്ലാണോ നുണയുടെ കല്ലാണോ കൂടുതലെന്ന് നോക്കും. എങ്ങനെയുണ്ട്? ഹോ, കടിയൻ ചേട്ടന് ബുദ്ധി ഉണ്ടല്ലേ സൂത്ര. കൊള്ളാം, ഷേരു സത്യം പറഞ്ഞു, ഒരു കല്ല് വെച്ചോ. ഹി ഹി, ചേട്ടന് ബുദ്ധി മാത്രമല്ല നല്ല സൗന്ദര്യവുമുണ്ട്. അതും സത്യമാ, താനും വെച്ചോ കല്ല്. ഹി ഹി, എനിക്ക് ഇത്ര ബുദ്ധിയുള്ള കാര്യം താൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എടാ ഇങ്ങോട്ട് വാ, പറ, 4ഉം 2ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 7. ഇവൻ പറഞ്ഞത് ശരിയാണോടോ? തെറ്റാ, 6 ഉത്തരം. എന്നോട് നുണ പറയുന്നു. വെക്കടാ അപ്പുറത്തൊരു പരന്ന കല്ല്. സൂത്ര, ഇതാണോ കല്ല് വെച്ച നുണ? ചേട്ടാ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. നിങ്ങളെ കടിയെ വിളിക്കുന്നു. ഇതൊക്കെ സത്യത്തിന്റെ കല്ല. പക്ഷെ ഇനി ആരെങ്കിലും സത്യം പറഞ്ഞാൽ ആ കല്ല് എങ്ങനെ മുകളിലേക്ക് കയറ്റും? അതിനാ തന്നെ വിളിച്ചത്. നാശം, ഓരോ കിറുക്കൻ ഐഡിയകളുമായിട്ട് ഇറങ്ങിക്കോളും മണ്ടൻ സിംഹം. താനങ്ങോട്ട് പോകുന്നു? ഈ കല്ല് നുണയുടെ ഭാഗത്തേക്ക് മാറ്റി വെക്കാൻ എടുത്തതാ സൂത്ര. കടിയൻ ബുദ്ധിമാനാണെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ച കല്ല. അത് നുണയാണെന്ന് താൻ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്. മഴ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു ഇരുട്ട്. അയ്യോ അയ്യോ, ഇതാരാ ഈ കുഴി ഇവിടെ കൊണ്ടുവച്ചത്? തന്നെ കണ്ടാൽ ഇപ്പോൾ കരിഞ്ഞുണ്ണിയെ പോലെ ഉണ്ട്. അയ്യോ, ഇതെന്താ? അതാ സൂത്രൻ കുഴി. അല്ല, നിഴൽ ശരീരത്തിൽ കയറിയതാ. അതെ, വർഷത്തിൽ ഒരു ദിവസം നമ്മൾ നിഴൽ ശരീരത്തിൽ കയറ്റുന്നത് നല്ലതാ. സൂക്ഷിച്ചു നോക്കാൻ. ഞാൻ മൊത്തം കറുത്തല്ലേ ഇരിക്കുന്നത്. അതിനെ സൂക്ഷിച്ചൊന്നും നോക്കണ്ട, ഫുൾ ബ്ലാക്കാ. അതാ ഞാൻ എന്റെ നിഴൽ എന്റെ ശരീരത്തിലേക്ക് കയറ്റിയതാ. എനിക്ക് നിഴൽ കയറ്റണം. കേറ്റാം, ഈ നിഴൽ കുഴിയിൽ ചാടിയാ മതി. എനിക്കും കയറ്റണം. ഇതൊക്കെ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. എല്ലാ മണ്ടന്മാരും കൂടി ചാടുന്നുണ്ട്. എന്താ ഇവിടെ പരിപാടി? കടിയൻ നിഴൽ ശരീരത്തിലേക്ക് കയറ്റുകയാ. ഈ നിഴൽ കുഴിയിൽ ചാടിയാ മതി. ഞാനും കയറ്റാം. അടുത്ത മണ്ടൻ കണ്ടോ? ഇപ്പൊ ചേട്ടന് വേറെ നെല്ലില്ല, മൊത്തം ബോഡിയിൽ കയറി. മഴക്കാറുള്ളത് കൊണ്ടാ വേറെ നിഴൽ കാണാത്തതെന്നാ മണ്ടന്മാർക്ക് അറിയില്ല. സംഗതി കൊള്ളാം. എന്നാ പിന്നെ ഞങ്ങൾ പോട്ടെ, വേഗം തടുതപ്പാം. എടോ വാടോ ഇവിടെ. പൊളിഞ്ഞു, സൂത്രം കംപ്ലീറ്റ് പൊളിഞ്ഞു. കുറച്ച് നേരം ചോർന്ന് താഴെ പോയി. അതുകൂടി കയറ്റി തന്നിട്ട് പോയാ മതി. ചതിച്ചോ? വെയിൽ തെളിഞ്ഞു. ഗുഹയ്ക്ക് ചുവരിൽ കല്ലുകൊണ്ട് തട്ടിയാൽ നിങ് നിം എന്നൊരു ശബ്ദം കേൾക്കും. അക്കാര്യം ഇവിടെ എഴുതി വെക്കണം. ബോർഡ് എഴുതാൻ ആ പടം വരയ്ക്കുന്ന കരടിയോട് പറഞ്ഞിട്ടുണ്ട്. പോയി ആ ബോർഡ് വാങ്ങിക്കൊണ്ട് വാ. 2 ആളും കൂടി പോകണ്ട. സൂത്രന് വേറെ പണിയുണ്ട്. നല്ല പതുപതുപ്പുള്ള ഒരു മെത്ത ഉണ്ടാക്കിക്കൊണ്ട് വരണം. മെത്തയോ? എങ്ങനെയെന്നൊക്കെ താൻ തീരുമാനിച്ചോ. ബോർഡ് കൊണ്ടുവരാൻ ഷേരു പോയാൽ മതി. കുറച്ച് ചായവും വേറെ വാങ്ങണം. സൂത്ര, ബോർഡ് കിട്ടി. ഇതെന്താ? കലക്ക മെത്തയാ. വള്ളികൾ കൂട്ടിത്തുന്നി സഞ്ചി പോലെയാക്കി. എന്നിട്ട് അതിൽ പലതരം ഇലകൾ നിറയ്ക്കുകയാ. ഞാനും സഹായിക്കാൻ സൂത്ര. വേണ്ട വേണ്ട, താനായാൽ ശരിയാവില്ല. ഇലകളൊക്കെ ശ്രദ്ധിച്ച് അടുക്കിയാലേ ശരിയാവൂ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അസുഖം മാറണ്ടേ? എനിക്ക് വേണ്ട കയ്പ. വലിയ കയ്പൊന്നുമില്ല, കഴിച്ചോ. അല്ല കയ്പ, പെട്ടെന്ന് കഴിച്ചാൽ കയ്പ് തോന്നില്ല. ഞാൻ ഒരു കഷ്ണം കടിച്ചു നോക്കി. ഞാൻ പറഞ്ഞതല്ലേ പെട്ടെന്ന് കഴിക്കാൻ. എന്നാൽ ഇനി പഴത്തിൽ ഒളിപ്പിച്ചു വെച്ച് കഴിക്കാം. കയ്പറിയില്ല. വേണ്ട, ഈ പഴത്തിന് മധുരമില്ല. ഉണ്ടെന്നേ, മധുരമുണ്ട്. ഇല്ല ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഇല്ല, അമ്മ നുണ പറയുകയാ. അല്ലെന്നേ, അതിന് മധുരമുണ്ട്. ഇല്ല ഇല്ല ഇല്ല, മധുരമുണ്ട് സൂത്ര. ഞാൻ തിന്നു നോക്കി, മധുരമുണ്ട്. അത് തിന്നോ? ആകെ ഉണ്ടായിരുന്ന പഴമ. പാലം പൊളിഞ്ഞല്ലോ. എടോ, ഒരു ഐഡിയ. നമുക്കിവിടെ ഒരു പുതിയ പാലം പണിതാലോ? കൂലി കൊടുത്ത പാലം പണിയിക്കാം, എന്നിട്ട് ടോൾ പിരിക്കാം. ടോളോ എന്ന് വെച്ചാൽ ഇതുവഴി പോകുന്നവർ ഓരോ മുട്ട നമുക്ക് തരണം. അയ്യടാ, വലിയ മൃഗങ്ങൾ 1 അല്ല 2 മുട്ട തരണം. പാലത്തിന് മീതെ പറക്കുന്ന കിളികളും മുട്ടയിടണോ? നമുക്ക് സ്ഥിരമായി തിന്നാൻ കിട്ടുന്ന പരിപാടിയാ. ആദ്യം പാലം പണിക്ക് ആളെ കിട്ടണം. വള്ളിയും തടിക്കഷ്ണങ്ങളും തൂണുകളും എത്തിക്കാനും ആള് വേണം. താൻ പോയി ഓരോന്നും ഓരോരുത്തരെ ഏൽപ്പിക്ക. വലിയ കൂലി ചോദിക്കുന്നവരെ പണിക്ക് വിളിക്കണ്ട കേട്ടോ. ദിവസവും ഒരു 50 പേർ പാലം വഴി പോകും. അതിൽ 30 ചെറിയ മൃഗങ്ങളാണെങ്കിൽ 30 മുട്ട, 20 വലിയ മൃഗങ്ങൾക്ക് 40 മുട്ട. ഒരു ദിവസം ആകെ 70 മുട്ട. ആഹാ, മുട്ടക്കച്ചവടം തുടങ്ങാം. ശരി വന്നല്ലോ.
ഈ മണ്ടൻ മിടുക്കനാണല്ലോ, കുറെ പണിക്കാരെ കിട്ടി. ഇതിലാരാ പാലം പണിയുന്നത്? പണിയാൻ ഞങ്ങളെ ഒന്നും കിട്ടില്ല. ആരാ തടി കൊണ്ടുവരുന്നത്? തടിക്ക് ആളെ കിട്ടിയില്ല. വള്ളിയും തൂണും അതിനും ആളില്ല. കുന്തം. പിന്നെ ഇവരൊക്കെ ആരാടോ? ഇവരൊക്കെ ടോൾ പിരിക്കുന്ന ജോലിക്ക് വന്നവരാ. ശരു. ഹായ് മുട്ട. അമ്മടെ കള്ള മുട്ട ഒളിപ്പിച്ചു വെക്കുകയാ. ഹാവൂ, ഇനി ഇതാരും കണ്ടുപിടിക്കില്ല. ഇല്ലടോ ഇല്ല. ഹിഹി ഹിഹി ഹിഹി. എടോ ശരു, സൂത്രനോടാണോ കളി? അയ്യോ, പൊട്ടിയില്ല. നല്ല ബലമാണല്ലോ. ഷോ, വെള്ളത്തിലേക്കാ. ഇവിടെയല്ലേ വീണത്? ആരാടാ തോണ്ടിയത്? എന്റെ അമ്മോ, നിന്റെയൊക്കെ ഒടുക്കത്തെ കടിയാടാ ദുഷ്ട. എന്റെ കാട്ടുമുത്തപ്പ അതാ പോണു. ഹിഹി, ഇനി സൂക്ഷിച്ചു കൊണ്ടുപോണം. എടാ ഭയങ്കര, ഇടടാ മുട്ട താഴെ. ശല്യം. എന്നാ പിടിച്ചോ. ആരാടാ എന്നെ എറിഞ്ഞത്? നീയാണോ? സൂത്ര, ഞാൻ ഒളിപ്പിച്ചു വെച്ച മുട്ട ആരോ കട്ടുകൊണ്ട് പോയി. അവന്റെയൊക്കെ തലയിൽ ഇടുത്തി വീഴട്ടെ. അധികം ആരും വരാത്ത വഴിയാ ഇത്. ശരിയാ, അതുകൊണ്ട് അധികം ആരെയും കാണാത്തത്. ഇതിന്റെ അപ്പുറത്ത് എന്താണാവോ? അയ്യടാ, നല്ല ഭംഗിയുള്ള സ്ഥലം. പ്രകൃതി സുന്ദരമായ സ്ഥലം. പുൽമേട്, കുളം, ആമ്പൽപ്പൂവ് വെള്ളത്തിലായത് നന്നായി, അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോയേനെ. ഇങ്ങനെ ഒരു സ്ഥലം ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ശരിയാ, ഇത്ര വികൃതി സുന്ദരമല്ല, പ്രകൃതി സുന്ദരം. ഈ പുൽമേട്ടിൽ ഇങ്ങനെ കിടന്നുരുളാൻ എന്ത് രസം. ഹായ്, ഞാനും ഉരുളാം. പുല്ല് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ചാടി കളിക്കാം. ഞാനും ചാടാം. ഹാവൂ, തളർന്നു. നോ പ്രോബ്ലം, കുളമുണ്ടല്ലോ, വെള്ളം കുടിക്കാം. എടോ, ഒരു ഐഡിയ. പിന്നെയും പുല്ലിൽ ഉരുളാമെന്നല്ലേ? അല്ല, ഇവിടേക്ക് വിനോദസഞ്ചാരത്തിന് എല്ലാവരെയും എത്തിക്കണം. വിനോദ എന്ന് വെച്ചാൽ ടൂറ് തന്നെ. ഈ സ്ഥലം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് ഇവിടെ എഴുതി വെക്കാം. അപ്പോ നമുക്കൊരു പേരുമാവും. ശരിയാ, ഈ പേര് ബോറടിച്ചു. സൂത്രൻസ് പുൽമേട്. വരൂ, പുല്ലിൽ ഉരുണ്ട് കളിക്കാം, ചാടി കളിക്കാം. ആദ്യം കടിയനെ വിളിച്ചോണ്ട് വരാം, ചുമ്മാ സന്തോഷിക്കാൻ. ഹിഹി. ചേട്ടന്റെ കാൽ പതിയുന്നത് ഈ പുല്ലിന് പോലും ഗമയാ. എന്താടോ ഇത്? 4-5 ആനകൾ വിനോദസഞ്ചാരത്തിന് വന്നതാ. ഉരുണ്ടുകളിയും വെള്ളം കുടിയും കഴിഞ്ഞപ്പോൾ ഇങ്ങനെയായി. എന്റെ അമ്മാവൻ താമസിച്ചിരുന്ന ഗുഹയിൽ പ്രേതം ഉണ്ടായിരുന്നു. അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഗുഹയിൽ പ്രേതമുണ്ടെന്ന് എങ്ങനെ അറിയും സൂത്ര? പല പല വഴികളുണ്ട്. ഇരിക്കെ, ഞാൻ വിശദമായി പറഞ്ഞു തരാം. കഥ പറയാൻ പോവുകയാണോ ചേട്ടാ? കഥയല്ല, കാര്യമാ. താനും കേട്ടോ. ഗുഹയിൽ തന്റെ കൂടെ മറ്റാരോ ഉണ്ട് എന്ന് തോന്നാറുണ്ടോ? ഇല്ല. പിന്നെ ഗുഹയ്ക്കകത്ത് നിന്ന് ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ടോ? അതുമില്ല. എന്നാ പിന്നെ തന്റെ ഗുഹയിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷെ ചേട്ടാ, എന്റെ ഗുഹയിൽ ഇത് രണ്ടുമുണ്ട്. എന്റെ കൂടെ ഗുഹയിൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ടോ? ഒച്ചയും കേൾക്കാം. അത് കുഴപ്പമാണോ? അത് കുഴപ്പമാണ്, വലിയ കുഴപ്പമാണ്. അയ്യോ, അപ്പൊ ഞാനെന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് വേറെ ഒരാളോട് ചോദിക്കാം. പറ്റിയ ഒരാളുണ്ടാവാ. സത്യത്തിൽ എന്താ എന്റെ ഗുഹയ്ക്ക് കുഴപ്പം? അത് താൻ അറിയണ്ട. കേട്ടാൽ പേടിക്കും. ഇതാണ് പ്രശ്നം. ആ പയ്യൻ ഒരു പാവമാ, സഹായിക്കണം. ഗുഹയിലെ പ്രേതത്തെ ഒഴിവാക്കാൻ പറ്റിയ വഴി ഒന്നേ ഉള്ളൂ, ഗുഹ പൊളിക്കുക. അയ്യോ, ഗുഹ പൊളിക്കാതെ ഒരു വഴിയുമില്ല അല്ലേ? ഇല്ലെന്നാ മന്ത്രവാദി പറയുന്നത്. മന്ത്രം ചൊല്ലി വേണം ഗുഹ പൊളിക്കാൻ. ഞാനിരുന്ന് മന്ത്രം ചൊല്ലാം, നിങ്ങൾ പൊളിച്ചോ. എന്താണോ ഇത്? എന്തിനാ ഗുഹ പൊളിക്കുന്നത്? ഇതാരാ? എന്റെ അമ്മാവനാ മിനിഞ്ഞാന്നാ വന്നത്. അമ്മാവനും പിള്ളേരും വന്നതുകൊണ്ട് ഗുഹയിൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത്. പിള്ളേരുള്ളത് കൊണ്ട് ഗുഹയിൽ ഒച്ചയും കേട്ടു തുടങ്ങി. പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമാണെന്ന് സൂത്രൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്.